ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. സുപ്രീം കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് കോടതി വിലയിരുത്തി. അച്യുതൻ ചേരുന്നു. അച്യുതൻ, കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? 5 പേരിൽ 3 പേർക്ക് ജാമ്യവും 2 പേർക്ക് ജാമ്യം ഇല്ലാതാകുന്ന പശ്ചാത്തലം എങ്ങനെയാണ് അച്യുതൻ? ഹാഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് കലാപ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികളാണ് സുപ്രീം കോടതിയിൽ ജാമ്യം തേടിയെത്തിയത്. അതിൽ 5 പേർക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നു എന്നതാണ്. 2 പേർക്ക് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനുമാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതായത് ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നീ പ്രതികൾക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ജാമ്യം നൽകിയിരിക്കുന്നത് കടുത്ത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. 12 വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ, അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ ജാമ്യം റദ്ദാക്കും എന്ന് പ്രതികളോട് ആവർത്തിക്കുന്നു. അതേസമയത്ത് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നൽകിയില്ല. അതിന് കാരണം പ്രഥമ ദൃഷ്ട്യാൽ അവർക്ക് നേരെയുള്ള ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. ഇതിൽ പ്രധാനമായും ഡൽഹി പോലീസ് ഈ ജാമ്യ അപേക്ഷയെ എതിർത്തുകൊണ്ട് അറിയിച്ചത് കൃത്യമായ ഗൂഢാലോചന ഈ കേസിൽ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് നടത്തി. അതിന്റെ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചത് ഷർജിൽ ഇമാമും ഉമർ ഖാലിദുമായിരുന്നു. അവരുടെ പ്രസംഗങ്ങളിൽ വിദ്വേഷം പടർത്തുന്ന, കലാപാഹ്വാനം നടത്തുന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു ഇരുവരും നടത്തിയത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി ലേഖകളടക്കം വിതരണം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ നിരവധി കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഡൽഹി പോലീസ് ഈ കേസിൽ വാദമുന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യം മുൻനിർത്തിയിരുന്നു. എന്തായാലും ആ ഡൽഹി പോലീസിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അന്വേഷണത്തിലൂടെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിച്ചു. അത് പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. കുറ്റകൃത്യത്തിൽ ഇനി വിശദമായ പരിശോധന നടത്തേണ്ടത് വിചാരണ കോടതിയാണ് എന്ന കാര്യവും പറയുന്നു. അതേസമയം പ്രതികൾ ആവശ്യപ്പെട്ടത് 5 വർഷമായി ഒരു വിചാരണ നടപടികൾ പോലും ഇല്ലാതെ ജയിലിൽ കഴിയുകയാണ് എന്ന കാര്യം പ്രതികൾ ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികൾക്കും ജാമ്യം കിട്ടി, എന്നിട്ടും തങ്ങളിപ്പോഴും തടവിൽ കഴിയുകയാണ്. വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടില്ല എന്ന കാര്യം ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ആവർത്തിച്ചു. ഉമർ ഖാലിദ് പറഞ്ഞത് ഗാന്ധിയൻ ആശയങ്ങൾ മുൻനിർത്തിയുള്ള തന്റെ പ്രസംഗത്തെയാണ് ഈ ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗമായി ചിത്രീകരിക്കുന്നത്. ആ പ്രസംഗം പരിശോധിച്ചാൽ, അതിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അത് വ്യക്തമാകും എന്നതും വാദമായി ഉന്നയിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഉമർ ഖാലിദിന് വകയില്ല. കോടതി ഇത്തരത്തിൽ ഡൽഹി പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.